ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇപ്പം നല്ല മഴയാണല്ലേ, തോരാത്ത മഴ. നല്ല മഴ സമയത്ത് തണുത്ത എന്തെങ്കിലും കഴിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ടാവും? ഐസ്ക്രീമോ പുഡിങ്ങോ ഡിസർട്ടോ എന്തായാലും വേണം. ഈ മഴ സമയത്ത് കഴിക്കുന്ന ഒരു പ്രത്യേക ഫീലാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഴ സമയത്ത് ഇങ്ങനെയുള്ള കഴിക്കാൻ. അങ്ങനെ കഴിക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ് ഇവിടെ തയ്യാറാക്കുന്നത്. പുഡിങ്ങോ ഡിസർട്ടോ എങ്ങനെ വേണമെങ്കിലും പറയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ് തയ്യാറാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഡിസർട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണുമല്ലോ. ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീട്ടിലോട്ട് പോകാം. ഞാനിവിടെ 3 പഴം എടുത്തിട്ടുണ്ട്. ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ചെറുപഴം ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കാം. പഴം എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. മിക്സി ഒന്നും ഉപയോഗിക്കേണ്ട. നമുക്ക് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ഞാനിവിടെ ഒരു കടായിക്കകത്തോട്ട് 2 കപ്പ് പാലൊഴിക്കുകയാണ്. ഇത് നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം. ഞാനിവിടെ ഒരു 2 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഇത്തിരി പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളില്ലാതെ മിക്സ് ചെയ്യണേ. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പാല് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാലൊന്ന് ചൂടായി വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പാല് നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന പഴത്തിന്റെ മിക്സിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ പാലിനകത്തോട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന കോൺഫ്ലവറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അത് ഒന്നുകൂടെ നല്ലപോലെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അടി കട്ടയുണ്ടോ എന്നറിയാൻ വേണ്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ പഞ്ചസാര ഇവിടെ ചേർക്കുന്നുണ്ട്. എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഇത്തിരി കുറച്ച് വയ്ക്കാം. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഏത് ഷേപ്പുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മിക്സ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം.
ബാക്കിയുള്ളത് ഞാൻ സ്റ്റീലിന്റെ തട്ടത്തിലൂടെ ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. ഞാൻ 4 ഗ്ലാസ്സിലും ഒരു സ്റ്റീൽ തട്ടത്തിലൂടെ നമ്മുടെ ചോറ് പാത്രം ഉണ്ടല്ലോ അതിലൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ആറാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ 3 പഴവും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കാം. പഴങ്ങളെല്ലാം കൂടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. വട്ടത്തിൽ തന്നെ അരിഞ്ഞെടുക്കണേ, ഒരുപാടങ്ങ് കനം വേണ്ട. എല്ലാ പഴങ്ങളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി. ആ പാനകത്തോട്ട് നമുക്കൊരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കരിഞ്ഞു പോകരുത്, അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത്തിരി നെയ്യോ ബട്ടറോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിനകത്തോട് നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന പഴം ഇട്ട് എടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഴത്തിന്റെ കളർ നല്ലപോലെ മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കാരമൽ ചെയ്ത് പഴം പഴം നല്ലപോലെ മിക്സ് ആവണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടിരിക്കാം. ഈ പഴം കഴിഞ്ഞിട്ട് തന്നെ കളർ ഒന്ന് ചേഞ്ച് ആവണം. അതുവരെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യും. അറിയത്തില്ല, ആ രീതി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്നതിന്റെ മുകളിലോട്ട് ഇത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. തോനെ വേണ്ട, 1 സ്പൂൺ വീതമായാലും മതി, 1/2 സ്പൂൺ ആയാലും മതി. എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഗ്ലാസ്സിലും നമ്മൾ മേളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മിക്സ് ഒഴിച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കാണാൻ തന്നെ. ഈ നല്ലപോലെ ആറിയിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജ് വെച്ചേക്കണം. ഒരു 3-4 മണിക്കൂർ. തണുപ്പോടെ കഴിക്കുന്നതായിരിക്കും ഇത്തിരി കൂടെ ടേസ്റ്റ്.
തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് എടുത്ത് കഴിക്കാം. ഞാൻ എന്തായാലും ഇത് നാറിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ടേ. ഓരോ ഗ്ലാസ് ചേർത്ത് വെച്ചേക്കാം, എടുക്കാമോ? അങ്ങനെ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയിലാണ് ഇത് തയ്യാറാക്കിയത്. രാത്രി തയ്യാറാക്കി ഫ്രിഡ്ജ് വെച്ചിട്ട് രാവിലെയാണ് എടുത്തത്. കാണുമ്പോൾ തന്നെ കൊതി വരും. ആ ക്യാരമൽ ചെയ്ത പഞ്ചസാരയുടെ ആ ലായനിയൊക്കെ 4 സൈഡിലും നല്ലപോലെ സ്പ്രെഡായി സൈഡിലൂടെ ഒഴുകി ഇറങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ പുഡിംഗ് എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് നോക്കണ്ടായ. നമുക്കൊന്ന് കട്ട് ചെയ്തൊരു ശകലം കഴിച്ചു നോക്കാം. അതിനതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാം. കാണുമ്പം തന്നെ കൊതി വരും. പഴമാണത് പറയുകയില്ല. പഴവും പാലും പഞ്ചസാരയും മാത്രം മതി നമുക്കിത് തയ്യാറാക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡെസേർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എനിക്ക് കമൻറ്റുകൾ കുറവാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട അതിനുള്ള അഭിപ്രായങ്ങൾ നല്ലതോ ചീത്തയോ എന്തോ ആയിട്ട് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ യൂസ്ഫുള്ളായ വീഡിയോ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്ക് വരെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഡെസേർട്ടാണ്. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ടല്ലോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പറഞ്ഞ പോലെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക്